നമസ്കാരം. ഉഗ്രരൂപിണിയാണ് എങ്കിലും എല്ലാ ഭക്തർക്കും അമ്മയാണ് സാക്ഷാൽ ഭദ്രകാളി ദേവി. അമ്മയുടെ വാത്സല്യം തന്നെയാണ് ഭദ്രകാളി ദേവി ഓരോ ഭക്തർക്കും നൽകുന്നതും. ഇത്തരത്തിൽ അമ്മയുടെ കടാക്ഷം ഓരോ ഭക്തരിലും പലപ്പോഴായി വന്ന് ചേർന്നിട്ടുള്ള കാര്യമാകുന്നു. എന്നാൽ ഭദ്രകാളി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ 2 ഭദ്രകാളി ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ 2 ഭദ്രകാളി ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഇന്നേ ദിവസം നടത്തുന്ന ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഭദ്രകാളി ദേവിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെയോ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഭദ്രകാളി ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ അമ്മയെ ആരാധിക്കുന്നതിലൂടെ, അമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ വിജയം നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ധനപരമായ ചില നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും അല്പം കൂടുതലാണ് എന്ന് പറയാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. പലപ്പോഴായി നിങ്ങളുടെ ജീവിതത്തിൽ പല താഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ പല അവസരങ്ങളിലും ദുഃഖിതരാണ് എന്നതാണ് വാസ്തവം. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ശക്തി കുറയുന്നതായി അനുഭവപ്പെടുമ്പോൾ പോലും ദേവിയെ ആരാധിക്കുന്നതിലൂടെ അഥവാ നിത്യവും ആരാധിക്കുന്നവരായി തീരുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഏതവസരത്തിലും മനോബലം, ശക്തി വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അഥവാ ശക്തി കുറയുകയോ അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കാതെ തളർന്നിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ പല രീതിയിലുള്ള വഴിത്തിരിവുകൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതാകുന്നു. എന്നാൽ അത്തരം അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായ അവസരങ്ങളുണ്ട്. എന്നാൽ ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാകുന്നു. പലവിധ തടസ്സങ്ങളും ദുരിതങ്ങളും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇതിൽ നിന്നും ദേവിയുടെ അദൃശ്യമായ കരങ്ങൾ നിങ്ങളെ രക്ഷിക്കും എന്ന് തന്നെ പറയാം. കരകയറ്റുന്നതിന് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ ചില സുപ്രധാനമായ വ്യക്തികൾ, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പരിഹരിക്കുകയും മാപ്പ് നൽകുകയോ ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരത്തിൽ തർക്കങ്ങളുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ലഭിക്കും. പല തെറ്റായ കാര്യങ്ങളിൽ നിന്നും പിന്തിരിയുവാനും ശരിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും സമയം കളയുവാൻ പാടുള്ളതല്ല. പഴയ കാര്യങ്ങൾ, ദോഷമായ കാര്യങ്ങൾ ചിന്തിക്കാതെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതും മുന്നേറേണ്ടതും അനിവാര്യമാണ്. ദേവി കടാക്ഷത്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും നിങ്ങൾ ഒരു പുതിയ വ്യക്തികളായി തന്നെ ജീവിതത്തിൽ മാറുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് പറയാം. എന്നാൽ അത്തരം കഷ്ടതകൾ എപ്രകാരം തരണം ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് കഷ്ടതകൾ തരണം ചെയ്യുവാൻ അനിവാര്യമായത് തുടങ്ങിയ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു.
വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിലത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്, എന്നാൽ ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഈ സമയം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് ദേവി കടാക്ഷത്താൽ ഉയർച്ച വളരെ വേഗം നേടിയെടുക്കുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പലരും നിങ്ങളെ പുച്ഛിച്ചിട്ടുണ്ട്, താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങളെ വിജയം കണ്ട് അവർ പോലും അത്ഭുതപ്പെടുന്നതായ അവസ്ഥ പോലും വന്നു ചേരാം. അത് നിങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരു വ്യക്തിയുടെ വിജയവും ആകാം. അത്തരത്തിൽ ദേവി കടാക്ഷത്താൽ നിങ്ങളുടെ വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അല്പസമയം നിങ്ങൾക്കായി വിനിയോഗിക്കേണ്ടതാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള ഊർജം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടും ലഭിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ ദേവിയുടെ കടാക്ഷം വന്ന് ചേരുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ദേവി കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതായ സമയം. രോഗദുരിതങ്ങളെ പറ്റി ചിന്തിക്കാതെ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അതായത് രോഗദുരിതങ്ങൾ വരികയും അമിതമായി ചിന്തിച്ച് കൂട്ടുകയും ചെയ്യുന്നവരാകുന്നു. എന്നാൽ ആവശ്യമായ ചികിത്സ നേടുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും രോഗദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ദേവി കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. പലരും ചൂഷണം ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് തടയുവാനും ഉയർച്ച നേടുവാനും സാധിക്കും. അത് തീർച്ചയായും ദേവി കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ അത്തരം വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്നും ഒഴിവായി നിൽക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. ദേവിയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. കൂട്ടായ സംരംഭങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധ അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഫലം. എന്നാൽ സ്വന്തമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ, അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുകയോ പുരോഗതിക്കുള്ള അവസരങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാവുന്നതാകുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത പലപ്പോഴും നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായ അവസരമാണ് എന്ന് പറയാം. കാരണം ദേവിയുടെ കടാക്ഷമാണ് നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന കാര്യവും ഓർക്കുക. അന്ധമായ വിശ്വാസങ്ങൾ, അതായത് ഒരു കാര്യം വിശ്വസിച്ചാൽ ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയും നഷ്ടം വന്നാലും വീണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായ പ്രവണത നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. അതിനാൽ ഒരു കാര്യം നിങ്ങൾക്ക് ശരിയാകുന്നില്ല എങ്കിൽ അടുത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. അല്ലെങ്കിൽ അത് ധനനഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് എന്നാണ് ഫലം. ഏത് കാര്യത്തെയും യുക്തിപൂർവമായി സമീപിക്കുവാനുള്ള അവസരങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നന്നായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നന്നായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിലും പലപ്പോഴും അതിന് സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചെറിയ മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ അത്തരം കാര്യങ്ങൾക്ക് സമയം അനുകൂലമാവുകയോ ചെയ്യാവുന്നതാണ്. കൂടാതെ നന്നായി സംസാരിക്കുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും ആ കഴിവ് പുറത്തെടുത്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് തീർച്ചയായും നന്നായി സംസാരിക്കുവാനും ശരിയായ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യം ഓർക്കുക. നഷ്ടങ്ങൾ, നിരവധിയാർന്ന നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേക്കുറിച്ച് ഇനി ചിന്തിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. മറ്റുള്ളവരിൽ വളരെയധികം മതിപ്പ് ഉണ്ടാകുന്നതായ സമയങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ തിരിച്ചും മറ്റുള്ളവർക്കും നിങ്ങളോട് മതിപ്പ് വന്ന് ചേരുന്നതാകുന്നു. അത് നിങ്ങളുടെ പ്രവൃത്തിയാലും നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളാലുമാണ്. പ്രധാനമായും നിങ്ങളുടെ
ജീവിതത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ആരെങ്കിലും പുച്ഛിച്ചാൽ തീർച്ചയായും നിങ്ങൾ ആ സമയം രൂക്ഷമായി പ്രതികരിക്കുന്നവരാണ് പല അവസരങ്ങളിലും. എന്നാൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന കാര്യവും ഓർക്കുക. എല്ലാ തൊഴിലിലും ശോഭിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിലിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ അത്തരം ചതികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ദേവിയെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ വന്നു ചേരേണ്ട ഇത്തരം ചതികളെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കുടുംബത്തെ നന്നായി നോക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നവരും കുടുംബത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നവരുമാണ് പൊതുവെ ഇവർ. അതിനാൽ തന്നെ ഇവർക്ക് ഇത്തരത്തിലും സ്വഭാവ സവിശേഷതകളുണ്ട് എന്ന് പറയാം. കുടുംബത്തിന് തീർച്ചയായും അനുകൂലമായ കാര്യങ്ങൾ അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാകണം എന്നില്ല. കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. മംഗളകർമ്മങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, വസ്തു, വാഹനം, വിദ്യയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങളും ദേവീ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതാകുന്നു. ദേവിയെ ശരിയായ രീതിയിൽ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമാകും എന്നുകൂടി അറിയുക.